ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വർഷങ്ങൾക്ക് ശേഷം ഒരു കുഴപ്പമില്ലാത്തൊരു നല്ലൊരു പടം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് പറയാനുള്ള ഒന്നാമത്തെ കാരണം ഇതിലത്തെ ഡയറക്ടർ വിനീത് ശ്രീനിവാസനാണ്. പുള്ളിക്കാരൻ നമ്മൾ ഒരിക്കലും ഡിസപ്പോയിൻഡ് ആക്കത്തില്ല എന്നുള്ള ഒരു ഉറപ്പുകൊണ്ട് മാത്രമാണ്. കാരണം നമുക്ക് പുള്ളിക്കാരിയുടെ ട്രസ്റ്റ് തന്നു, നമ്മളെ ഡിസപ്പോയിൻഡ് ആക്കിയിട്ടില്ല എന്തായാലും. യെസ്, ഡയറക്ടർ വിനീത് ശ്രീനിവാസൻ, റൈറ്റർ വിനീത് ശ്രീനിവാസനാണ്. പിന്നെ ഇതിലത്തെ പ്രൊഡ്യൂസർ വൈശാഖ് സുബ്രഹ്മണ്യൻ. ഇവരൊക്കെ എല്ലാം ക്ലോസ് ഫ്രണ്ട്സാണ്, ഇവരെല്ലാം പണ്ട് തൊട്ടുള്ള ഫ്രണ്ട്സാണ്. പിന്നെ ഇതിലത്തെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ധ്യാനും പിന്നെ പ്രണവ് മോഹൻലാലുമാണ്. അപ്പം ധ്യാൻ്റെ ഒരു നല്ലൊരു പെർഫോമൻസ് ആക്ച്വലി നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. പിന്നെ പ്രണവ് മോഹൻലാലിൻ്റെ പെർഫോമൻസ് ആണെങ്കിൽ ഓക്കെ പെർഫോമൻസ് ആണ്, കിടിലൻ പെർഫോമൻസ് അല്ല, ഓക്കെ പെർഫോമൻസ് എനിക്ക് തോന്നിയത്. ഇതിലത്തെ ഒരു ഡിഫോൾട്ട് എന്ന് വെച്ചാൽ എനിക്ക് BGM സ്കോറൊന്നും അങ്ങോട്ട് ഒട്ടും പിടിച്ചില്ല. ബൈ ദ വേ, BGM സ്കോർ ഇസ് ഡൺ ബൈ അമൃത് റംനാഥ്. മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും അമൃതാണ്. അപ്പോൾ അമൃതിൻ്റെ സോങ്സ് കുഴപ്പമില്ല, ഓക്കെ ഫൈൻ, നല്ല സോങ്സ് ആണ്. മറ്റേ കുതിച്ചിട്ടും വരാനത്തെ വൈകി എന്ന് പറഞ്ഞ അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് തിയേറ്ററിലൊക്കെ ഒരു ഫീൽ തന്നെയായിരുന്നു ആക്ച്വലി. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് ഒട്ടും ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ തോന്നിയില്ല. അതെനിക്ക് ഒരു ഡിഫോൾട്ടായി എനിക്ക് തോന്നിയത്. വിനീത് ശ്രീനിവാസൻ അത് എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. കാരണം ഹൃദയത്തിലൊക്കെ ഹേഷം തകർത്ത് BGM ചെയ്യുന്ന സമയത്ത് ഇതിൽ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് അങ്ങോട്ട് ഒട്ടും ദഹിച്ചില്ല. ഇപ്പോൾ ഇതിൽ ക്രൂ ഒരുപാടുണ്ട് കേട്ടോ. പ്രണവ് മോഹൻലാൽ, പിന്നെ കല്യാണി എനിക്ക് വലിയ ആവശ്യമൊന്നും തോന്നിയില്ല. അജു വർഗീസ് എടുത്ത് പറയണം, ബ്രില്യൻ പെർഫോമൻസ്. അജു വർഗീസ് ഇപ്പം എല്ലാത്തിനും ഒരു ബ്രേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അജു വർഗീസ് ഇപ്പം സ്ക്രിപ്റ്റ് സെലക്ഷൻ ആയാലും എല്ലാത്തിനും അജു വർഗീസിന് ഒരു 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 എന്താ പറയുക, ഒരു അടയാളം, ഒരു സിഗ്നേച്ചർ വെച്ചിട്ട് പോകും അജു വർഗീസ്. അത് ഉഗ്രനാണ്. പിന്നെ ബേസിലൊക്കെ നല്ല പെർഫോമൻസ് ആണ്. പിന്നെ ഷാൻ റഹ്മാൻ ഉഗ്രൻ പെർഫോമൻസ്, നമ്മളെ ചിരിപ്പിക്കും. ഷാൻ റഹ്മാൻ ഒരു രക്ഷയില്ല, നിങ്ങൾക്ക് ട്രെയിലർ ആകുമ്പോൾ മനസ്സിലാവും ഷാൻ റഹ്മാൻ ഒരു രക്ഷയില്ല. പിന്നെ നീരജ് മാധവ് പിന്നെ അവിടെ ഒരു ഗുമ്മ് തോന്നിയില്ല. പിന്നെ കുറച്ച് സർപ്രൈസ് എലമെൻ്റ് ഉണ്ട്. സർപ്രൈസ് 2-3 ക്യാരക്ടേഴ്സ് കൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ നെവിൻ പോളി എടുത്ത് പറയണം. എൻ്റെ അമ്മോ, കുറേ പടത്തിന് ശേഷം നെവിൻ പോളിക്ക് ഒരു ബ്രേക്ക് ത്രൂ ആണെന്ന് വെച്ചൊരു ബ്രേക്ക് ആണെന്നൊക്കെ പറയാം. നെവിൻ പോളിയൊക്കെ സെക്കൻഡ് ഹാഫിലാണ് വരുന്നത്. പക്ഷേ അതിന് മുന്നേ വേറെ കാര്യങ്ങൾ പറയാനുണ്ട്. പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര കുറച്ച് വലിച്ച് നീട്ടിയതുപോലെ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടിയായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ അത് മൊത്തം നമുക്ക് തൃപ്തിയാവും. സെക്കൻഡ് ഹാഫ് ടേ എന്നും പറഞ്ഞാണ് പോണത്. അതുമാത്രമല്ല, ഇവരുടെയൊക്കെ ഇൻട്രൊഡക്ഷൻ സീനും ഇതൊക്കെ വരുന്ന സെക്കൻഡ് ഹാഫ് പൊട്ടക്കാണ്. പടപടപടപടയെന്ന് സെക്കൻഡ് ഹാഫ് പോണത്. ഒരു രക്ഷയില്ല സെക്കൻഡ് ഹാഫാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞ പോലെ നെവിൻ പോളി ഒരു രക്ഷയില്ല, പൊളി, ചിരിപ്പിക്കുകയും ചെയ്യും, അടിപൊളി. നെവിൻ പോളിയുടെ ആ ഒരു ഫാക്ടർ എല്ലാം പുറത്ത് കൊണ്ടുവന്നൊരു സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ ഈ സിനിമ. ഒരുപാട് പേർക്ക് ഒരു കുറിച്ച് പണി കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് മനസ്സിലാവും. പക്ഷെ അടിപൊളിയാണ്. പക്ഷെ എല്ലാം നല്ല രസമുണ്ടായിരുന്നു, അടിപൊളി. നമ്മുടെ ഹൃദയത്തിലെ മുന്നേ അഭിനയിച്ച എല്ലാവരും ഒരു റീഎൻട്രി പോലെ ഒരു ക്യാമിയോ ഒന്ന് പോകുന്നുണ്ട്. പിന്നെ സർപ്രൈസ് എലമെന്റ് ഉണ്ട്, ഞാൻ പറയുന്നില്ല. കുറച്ച് സീൻസൊക്കെ ഉണ്ട് അങ്ങനത്തെ. എൻ്റെ ഡിസപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര ഡള്ളായി തോന്നി. ഒട്ടും ഒരു സിറ്റുവേഷൻ ഒരു മാച്ചിങ് തോന്നിയില്ല ചിലത്. പിന്നെ മേക്കപ്പ് വോയിസ് ഞാൻ പറയും, പ്രണവിൻ്റെയും അവരുടെ ഒരു മേക്കപ്പ് റോളും. പ്രണവിനങ്ങ് ഇടയ്ക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ കൊള്ളാം, പിന്നെ കണ്ടപ്പോൾ വേണ്ട, ശരിയായില്ല എന്നുള്ളൊരു ഫീൽ എനിക്കവിടെ വന്നായിരുന്നു. അത്രയ്ക്കും പ്രായമായിട്ട് കാണിക്കുമ്പോൾ പ്രണവിന് കൂടുതൽ അങ്ങോട്ടൊരു മാച്ച്, ഒരു സിങ്ക് ആവുന്നില്ലാത്ത ഒരു രീതി എനിക്ക് തോന്നുന്നത് കുറേ സ്ഥലങ്ങളിൽ. ഇതൊക്കെ വെച്ച് കഴിഞ്ഞാലും പടം നമ്മൾ ഒരിക്കലും ഡിസപ്പോയിൻ്റ് ആക്കൂല, അത് ഉറപ്പാണ്. നമ്മളെ പടം അങ്ങ് കണ്ടുകൊണ്ടങ്ങ് ഇരിക്കാം. നമുക്ക് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് ഒരു പടം അങ്ങ് ടേണിങ് ആണ്, മൊത്തം പടം അങ്ങ് മാറും സെക്കൻഡ് ഹാഫിൽ. ഫസ്റ്റ് ഹാഫ് മൊത്തം ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ സെക്കൻഡ് ഹാഫ് മൊത്തം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പോണത്. ഹൃദയത്തിൽ പറയുന്നത് ലവ് ആഫ്റ്റർ ലൈഫ് ഇങ്ങനെയൊക്കെ കാണിക്കുക. പക്ഷേ ഇതിൽ കാണിക്കുന്ന മൊത്തം ഫ്രണ്ട്ഷിപ്പിനെ പറ്റി കുറച്ച് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ചൊക്കെ വർക്കൗട്ടായി ക്രിഞ്ച് ഉണ്ട്, കുറച്ച് ക്രിഞ്ച് കൊണ്ടുവരും. ക്രിഞ്ച് ഉണ്ടെങ്കിലും ഓവറായിട്ടുണ്ടോ വെച്ചാൽ കുറച്ച് ഓവറായിട്ടൊക്കെ ഉണ്ട്. ചില സ്ഥലത്തൊക്കെ നമുക്ക് വേണ്ടെന്നൊക്കെ തോന്നി പോകും. പക്ഷേ സെക്കൻഡ് ഹാഫിൽ നമുക്കത് ഭയങ്കര തൃപ്തിയാവും, ഉറപ്പാണ്. ഇത്രേ പറയാവുള്ളൂ. ഒരു ആവറേജ് കുഴപ്പമില്ലാത്തൊരു സിനിമയാണ് എന്നെ സംബന്ധിച്ച് ഈ പടം. സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്. പടം 100% തിയേറ്ററിൽ വാച്ച് ചെയ്യാൻ പറ്റിയ സിനിമ തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം.
ഓക്കെ ഗായ്സ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം ആനന്ദ് KC. എല്ലാം ആവട്ടെ. ബൈ.